നല്ല നിലാവത്ത് നല്ല പണിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല പണി തന്നെയാണ്. ഇന്നലെ സന്ദേശിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നു. ഇന്ന് അമ്മേനെ രാവിലെ കൊണ്ടുപോയി വന്നു. അമ്മയ്ക്ക് ഇതേ പറയാനുള്ളൂ അല്ലേ കുറച്ച് ദിവസമായിട്ട്. അമ്മയ്ക്ക് കഫക്കെട്ട് കൂടിയിട്ടേ ചുമയൊക്കെയാണ്. പിന്നെ പെട്ടെന്ന് വന്നു കേട്ടോ. കാരണം അവിടുന്ന് നമുക്ക് ഓലിക്ക് നമ്മളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വേഗം കയറിക്കോളി പറഞ്ഞു. കാരണം പേഷ്യൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിക്ക് തന്നെ ഇപ്പോൾ പോകല്. അവിടെ ചെന്നാൽ എല്ലാ മരുന്നും കിട്ടും. സുഖമാണ്. ടിക്കറ്റ് എടുത്താൽ കുറേ ഡോക്ടർമാരും ഉണ്ടാവും. ഒരുപാട് നേരം നിൽക്കണ്ട. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകും കേട്ടോ. നല്ല മരുന്നാണ്. അപ്പോൾ അതാ മരുന്ന് കുടിച്ച് ആ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നു. ഓരോന്ന് കുറച്ച് നേരം കിടക്കും, കുറച്ച് നേരം വരും. അങ്ങനെ പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് ഉത്സവമാണ് കേട്ടോ. വർഷത്തിലുണ്ടാവണം. പക്ഷേ കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായിട്ടില്ല. വട്ടക്കോളിൽ കേട്ടോ. പറക്കുട്ടിയാട്ട് എന്ന് പറയും. ആട്ട്. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് അവിടെ പരിപാടി തുടങ്ങി. പിന്നെ നാളെ പുലർന്നത് വരെ അവിടെ പരിപാടിയാണ്. 5 മണി വരെ ഉത്സവത്തിന്. അപ്പൂസും സോണി ഇന്നലെ രണ്ട് ഉത്സവത്തിന് പോയി. അത് കാരണം ഒരു ആകാംക്ഷയായിട്ട് നമുക്ക് ആ ഉത്സവം. അപ്പൂസിന്റെ മീനെ കണ്ടിട്ട് ഇതിട്ടോ. എവിടെ എൻ്റെ മീനവിടെ വലുതവിടെ ഒന്ന് കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. എവിടെ വലുത് വലിയ മീൻ വരുന്നുണ്ട്. എവിടെയാണ് മീൻ വലുതാവുണ്ട് അപ്പൂസിൻ്റെ അല്ലേ. അമ്മ എവിടെ നിങ്ങള് ജലോത്സവത്തിന്? ആ വരുന്ന ഒരാള്. ഇതൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. എന്താ 2 എണ്ണം നമുക്ക് വരുന്നില്ലാൻ പറ്റും. എന്താ എന്നെ കുറേ വീഡിയോയിൽ കണ്ടിട്ട് 2 എണ്ണം പിരിഞ്ഞിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതിൽ മീൻ ഇട്ടത് കാണില്ല. വെള്ളം മാറ്റണം. ഇന്നത്തെ നമ്മൾ കുഴിച്ചിട്ടത് നമുക്ക് റെഡി ആയിട്ടില്ല. ഇതെന്താ ഉണ്ടാവാത്താവോ? അപ്പൂസേ പറ അമ്മയുടെ എല്ലാവരും ഓരോ പണിയില്ല. ഇവിടെ ഉണ്ടോ നിറച്ച്? ആൾക്കാർ കൂടുതലുണ്ടാകുമ്പോൾ അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ മഴ മൂടലുണ്ട്, നല്ല മഴക്കാറ് വെയിലുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൂസിന് ഇപ്പം ഏതായാലും 3:30 ഒരു പണിയായി. അതിന് തിന്നാൻ കൊടുക്കുക ഇതാക്കുക. അപ്പൂസ ഏറ്റവും ഉപകാരപ്പെട്ട സാധനം അത് നിങ്ങൾ അടുക്കളയിൽ ചളിയാവൂല. നിന്നിട്ട് കഴിക്കാൻ മതി. നേരിട്ടൊന്നും ആവൂലല്ലോ. ഇവിടെ നിന്നിട്ട് വരച്ച് കഴുകാം. അമ്മ എങ്ങനെയുണ്ട്? കൂടി തൊട്ടത്ത് മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ മാറും. ഈ വെയിലൊക്കെ ആയിട്ട് രാത്രി ഇന്ന് നമുക്ക് ഉത്സവത്തിനുണ്ടേ. അതിന് വെക്കാം. ആ പാറ കയറാൻ വയ്ക്കമ്മ. ഒരു മല കയറി പോണം നമുക്ക്. 4 മണിയാകുമ്പോഴല്ലേ വയ്ക്കാണെങ്കിൽ പോകണം. അത് മിസ്സാക്കിയാ ഭയങ്കര നമുക്കൊരു നെഞ്ചെടുപ്പുള്ള ഉത്സവമാണ്. നമ്മൾ കൊല്ലത്തിനും പോണതല്ലേ. അതുകൊണ്ട് ഒരുവിധം പറ്റേണ്ടി നമുക്ക് പോകാൻ നോക്കാം. നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ ചെറിയ പരിപാടി ആയതുകൊണ്ട് നമ്മളങ്ങനെ അപ്പൂസിന് മീനും കണ്ട് നിൽക്കാട്ടോ. അപ്പൂസിന് 4 മീനുണ്ട്. അപ്പം അതിനെ എപ്പോഴും കുറഞ്ഞ എന്തെന്നും മുടി എന്താ കെട്ടാത്ത അല്ലേ കാണാൻ എന്ന് കെട്ടിക്കണം. കിടക്കുന്നു. അപ്പോൾ കിടന്നപ്പോഴേ എന്താ ചിക്കനില്ല, മീനില്ല നോമ്പാണ്. പൂച്ചകളൊക്കെ ആകതായിണ്ടേ. കൂട്ടാന്റെ ചെമ്പാ ചോറ് കറിയൊക്കെ ആക്കിണ്ട് കേട്ടോ. എന്താ അവിടെ എന്താണ് വാഷിംഗ് മെഷീൻ തിരുമ്പില്ല ഇതുവരെയായിട്ട്? ഫസ്റ്റാ തിരുമ്പി വെക്കാടേ. നല്ല ഒളിച്ചിക്കണ കാരണം എന്താ ഓളും മറിഞ്ഞിക്കണ കാരണം എന്താ വെച്ചാൽ നമുക്ക് തീരെ പറ്റാ നീച്ചിക്കാൻ കെനിപ്പില്ല. അതാണ്. അല്ലെങ്കിൽ കണ്ടില്ലേ സന്ധ്യ വർത്താനം തൊള്ള കൂട്ടാത്ത ആളാ ഇത്. ഇന്നലെ സന്ധ്യച്ചിനെ കൊണ്ട് പണിയിപ്പിക്കണം. സന്ധ്യച്ചിനെ കൊണ്ട് പണിയിപ്പിക്കല്ല കേട്ടോ. നമ്മളെ അവസ്ഥ അറിയില്ലേ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കാട്ടൂല. അമ്മയ്ക്കും വയ്യ, ഇന്റെ കാര്യം ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ അറിയില്ലേ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ. അതെന്തേലും പറഞ്ഞോ. എന്താ ഒരാളല്ലേ പല ആൾക്കാർ പല സപ്പോർട്ട് ഇഷ്ടംപോലെ ആളുണ്ടല്ലോ.
ഇനി അപ്പൂസാണ് എടുക്കണ ആളെ. അപ്പൂസ എന്താ ഇങ്ങനെയൊക്കെ നിക്കണ ജിമ്മിന് പോയിട്ട്? ആ വാഷിംഗ് മെഷീൻ ഇട്ടത് കംപ്ലീറ്റ് സാധനം. അപ്പൂസ് ഇട്ട് കൊടുത്താ, തിരുമ്പി കൊടുത്താ. അപ്പൂസ് ഉണ്ടല്ലോ എന്തിനാ? ബെഡ്ഷീറ്റ് മാത്രമാണ് അമ്മ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കണേ? ചോറ് കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ സന്ധ്യച്ച് നല്ല കട്ട്ലേറ്റ് ഉണ്ടാക്കും. ഓൾ അങ്ങനെ കമ്പനിയിൽ പണിയാണ്. സമൂസ ഉണ്ടാക്കും. അതൊക്കെ ഇനി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് എന്താ ഉണ്ടാക്കണം നോക്കട്ടെ നമ്മള്. സാമ്പാറ് കൈപ്പഞ്ഞും റെഡിയാ? ഞാൻ വരാൻ കാണിച്ചു. ഇജ്ജ് ഉണ്ടായി തരില്ല സമൂസ? കട്ട്ലേറ്റ് ഉണ്ടായി തരുമോ? ഒന്നിനും വജ്ജ നോക്ക്. വജ്ജ അവിടെ പോയി കടന്നറിയിക്കോ. ചെല്ലു ചെല്ലു. ഒക്കെ ഇട്ടേ. അപ്പൂസ് ഉണ്ടല്ലോ, എല്ലാനും അപ്പൂസ് ഉണ്ട്. റെഡിയാക്കോ? എങ്ങനെ കേട്ടാ? അല്ല ഇതല്ല ഓണാക്കല്ല. ഇപ്പൊ ഇത് ഇട്ടിട്ട് ഓണാക്കേ. ഓണാക്കണ്ട, അടച്ചിട്ട് ഓണാക്കട്ടോ. അത് അറക്കണം. നമുക്കത് കിട്ടിയില്ലേ? ഒന്ന് ആണി വെക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ നല്ലത് വെക്കണം. അപ്പൂസ ഉത്സവത്തിനുണ്ടേ 3 മണിക്ക് തുടങ്ങും പരിപാടി. നാളെ രാവിലെ വരെ പരിപാടി കേട്ടോ. പക്ഷെ രാവിലെ നമുക്ക് മറ്റന്നാ നമ്മളെ വീട്ടിലും പരിപാടി ഉണ്ട്. അപ്പൊ ഉറക്കം വയ്ക്കരുതട്ടോ. ഫുള്ള് ഉറക്കം വെച്ചാൽ നമുക്ക് നാളെ രാവിലെ തൊട്ട് നമുക്ക് വീട്ടിൽ പണി. മറ്റന്നാ രാത്രി വരെ, മറ്റന്നാ പുലർച്ചെ വരെ നമുക്ക് പരിപാടിയാണ്. എന്തൊക്കെ ഇവിടെ ചക്കപ്പൂരൊന്നും എന്താ കറി? സാമ്പാറുണ്ട്. സാമ്പാറിൽ കൈപ്പങ്ങ, ചെറിയ സാധനങ്ങൾ വെക്കുമ്പോൾ കൈപ്പങ്ങ ഇട്ടാൽ കയ്പ്പ് കൂടും. ഒരു 10-30 ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കൈപ്പങ്ങ ഇട്ടാൽ അറിയൂല. ഇത് 4 ആൾക്കാർക്ക് ഇട്ടാൽ കൂടും. പയറുപ്പേരി കൈപ്പങ്ങക്ക് ഇത്ര വില കമ്മി ഇല്ലെങ്കിലും കൈപ്പങ്ങയാണല്ലോ. കൈപ്പങ്ങളെ കൊണ്ടുവന്നില്ലേ അന്ന് ഉള്ളതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല സാമ്പാർ കൈപ്പങ്ങ ചെറിയ ടൈപ്പ്. പിന്നെ സന്ധ്യച്ചിട്ട് അച്ചാർ കിട്ടോ? സന്ധ്യ അച്ചാറത് അതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടോ? കല്യാണത്തിനും പരിപാടിക്കൊക്കെ എനിക്ക് 150 ഗ്രാം ഒക്കെ വിളമ്പണ്ട. ഇജ്ജ് തിന്നണത്ര തിന്നൂല. എന്തേ തിന്നാൻ പാടില്ല. ഒരു മുണ്ടാട്ടുള്ള വയ്യ, സംസാരിക്കാൻ വാ തുറക്കാൻ വയ്യ. ക്ഷീണം, കുഴക്ക്, തലകറക്കം, വീഴുക. അമ്മ ഇവരെ ആരും മുണ്ടില്ല. ഇവൾക്ക് വർത്താനം പറയാൻ പറ്റില്ല. ഞരമ്പല്ലേ. സാമ്പാർ, ചോറുണ്ട്, സാമ്പാറുണ്ട്, കൈപ്പഞ്ഞയും പയറുപ്പേരി, അച്ചാറുണ്ട്. ഇപ്പൊ തിന്നപ്പോ 1:15 3 മണിയാകുമ്പത്തിന് നമുക്ക് പോകും. കുട്ടിയാട്ടില്ലേ? ഇല്ലേ ഇല്ല വെച്ചാ നടക്കാത്ര കുഴങ്ങും. പിന്നെ അമ്മയ്ക്ക് എന്താ കാട്ടമ്മേനെ? നിങ്ങൾ അപ്പൂസ് കൊണ്ടേക്കോളൂ. ഞാൻ എൻ്റെ ചെക്കന്മാരപ്പോ എന്നെങ്കിലും ചെക്കന്മാരപ്പോ അല്ലേ പരിപാടിക്ക് പോകുള്ളൂ. എങ്ങോട്ടും പോകാൻ നേരല്ല അല്ലേ? നമ്മളെ ചെക്കന്മാരപ്പോ കുറച്ചു നേരം സമയം ചെലവഴിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ലേ? ആ മലേന്റെ മുകളിൽ കൂടെ എങ്ങനെ ആക്കി തരാം? ആ അവിടെ ഒറ്റ വണ്ടി അവിടെ കുറച്ച് കുന്ന് കേറാണ്ടിട്ട് അവിടെ നായക്കളുണ്ട്. നോക്കാം എല്ലാരും ഉണ്ടല്ലോ. അതിന്റെ കൂട്ടത്തോടെ പോവാൻ നമുക്ക്. ഷിജി ഷിജി എവിടെയാണ്? എന്താ ഭക്ഷണം കഴിക്കാണ്. പരിപാടി ഉണ്ട്. ഇപ്പം ഇനി നാളെയൊക്കെ ബിസിയാണ്. നാളെ മറ്റന്നാളും ചിലപ്പോൾ വീഡിയോ ഉണ്ടായിക്കോളണമെന്നില്ല. എന്നാലും കഴിഞ്ഞ സമയത്ത് ചിലപ്പോൾ ഷിജി തൊടായില്ല. തിരക്കാണ്. 2-3 ദിവസം നോക്കട്ടെ. സമയം കിട്ടും. ചെറിയ നാളെ എന്തായാലും നിൽക്കാൻ സമയമല്ലേ? മറ്റന്നാളും സമയമല്ല. അതിൻ്റെ പിറ്റേന്ന് ഓർക്കസ്ട്ര, അതിൻ്റെ പിറ്റേന്നും പരിപാടി. ഇന്ന് നാളെ എന്നും പരിപാടി. അപ്പം നാളെ കാണാം അല്ലേ?